ഞാൻ ആ വാക്കുകൾ പറയാൻ പാടില്ലായിരുന്നു. അതെന്റെ തെറ്റാണ്. 2 വർഷത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പമുള്ള യാത്രയും അവസാനമുണ്ടായ വിവാദവും ഓർത്തെടുക്കുകയാണ് മുൻ താരം സന്ദേശ് ജിങ്കൻ. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ സംപ്രേഷണം ചെയ്ത ഇൻ ദി സ്റ്റാൻഡ്സ് എന്ന പരിപാടിയിലാണ് ജിങ്കൻ സംസാരിക്കുന്നത്. ഏഷ്യൻ കപ്പിന് മുന്നോടിയായി ഇന്ത്യൻ താരങ്ങൾ അവരുടെ ഫുട്ബോൾ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്ന പരിപാടിയിൽ കേരളം നൽകിയ സ്നേഹത്തെക്കുറിച്ചും ജിങ്കൻ വാചാലനാകുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിനൊപ്പമുള്ളത് നല്ല ഓർമ്മകളാണ്. എന്റെ മാതാപിതാക്കൾ ഞാൻ കളിക്കുന്നത് ആദ്യമായി നേരിൽ കാണുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുമ്പോഴാണ്. ക്ലബിലെത്തിയ സമയത്ത് ഒരു ഹോം മത്സരത്തിൽ ഞാൻ റൈറ്റ് ബാക്കായി കളിക്കുന്നു. ഞങ്ങൾ ഒരു ഗോൾ നേടി. അക്ഷരാർത്ഥത്തിൽ അപ്പോൾ ഒരു ഭൂകമ്പം ഉണ്ടായതായാണ് എനിക്ക് അനുഭവപ്പെട്ടത്. 21 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് അതിശയകരമായിരുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മൈതാനമായ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം നൽകിയ അനുഭവവും ആരാധകർ നൽകിയ സ്നേഹവും മുൻ ക്യാപ്റ്റൻ ഓർത്തെടുക്കുകയാണ്. ഓരോ തവണയും ആ ഗ്രൗണ്ടിൽ കാലുകുത്തുമ്പോൾ എനിക്ക് കിട്ടിയ സ്നേഹം അത് വളരെ മികച്ചതായിരുന്നു. എന്റെ അമ്മയ്ക്കും കേരളം ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പോൾ എല്ലാവർക്കും എന്നോടൊരു ചെറിയ വിയോജിപ്പുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു അതെന്റെ തെറ്റാണ്. ഞാൻ ആ വാക്കുകൾ പറയാൻ പാടില്ലായിരുന്നു. തെറ്റ് ഞാൻ അംഗീകരിക്കുന്നു. എന്നാൽ വ്യക്തിപരമായി ഞാൻ ഇപ്പോഴും ആ നഗരത്തെ സ്നേഹിക്കുന്നു. ആ നല്ല ഓർമ്മകൾ, എനിക്ക് ആ സ്ഥലം ഇഷ്ടമാണ്, ജിങ്കൻ പറയുന്നു. 2022 ഫെബ്രുവരി 19 ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് ATK മോഹൻ ബഗാൻ മത്സരത്തിന് ശേഷമായിരുന്നു വിവാദത്തിന് ആസ്പദമായ സംഭവം. ATK മോഹൻ ബഗാന്റെ താരമായിരുന്ന സന്ദേശ് ജിങ്കൻ തന്റെ മുൻ ക്ലബിനെതിരെ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശം വൈറലാകുകയായിരുന്നു. ഇത്രയും നേരം ഞങ്ങൾ കളിച്ചത് സ്ത്രീകൾക്കെതിരെയാണ് എന്നതാണ് ATK അവരുടെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം ഹാൻഡിലിൽ പങ്കുവച്ച സ്റ്റാറ്റസിലെ ജിങ്കന്റെ പരാമർശം. വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെ ജിങ്കനെതിരെ രൂക്ഷ വിമർശനവുമായി ഫുട്ബോൾ ആരാധകരെത്തി. വിമർശനം രൂക്ഷമായ സാഹചര്യത്തിൽ ജിങ്കൻ മാപ്പ് പറഞ്ഞ് ട്വീറ്റ് ചെയ്തിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എന്റെ ചോരയും നീരും ഒഴുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ക്ലബിനെ ഞാൻ ഒരിക്കലും പരിഹസിക്കില്ല. എന്റെ പരാമർശങ്ങൾ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ്. ആരെയും നോവിക്കാൻ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല എന്നും ജിങ്കൻ ട്വീറ്റ് ചെയ്തു. എന്നാൽ ജിങ്കനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധക കൂട്ടമായ മഞ്ഞപ്പടയും രംഗത്തിറങ്ങിയതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി. മുൻ താരമായ ജിങ്കനോടുള്ള ബഹുമാന സൂചകമായി പിൻവലിച്ച 21 നമ്പർ ജേഴ്സി തിരികെ കൊണ്ടുവരണമെന്നായിരുന്നു മഞ്ഞപ്പടയുടെ ആവശ്യം. ബ്രിങ് ബാക്ക് 21 എന്ന ഹാഷ്ടാഗ് ക്യാമ്പയിൻ നടത്തുന്നതിനൊപ്പം ജിങ്കന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ അൺഫോളോ ചെയ്തും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രതിഷേധിച്ചു. പിന്നീട് 2022 ഏപ്രിൽ 21 പിൻവലിച്ച 21 നമ്പർ ജേഴ്സി ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു കൊണ്ടുവന്നതും ചരിത്രം.